ഹലോ മക്കളെ, അപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ ഇങ്ങ് അടുക്കാറായല്ലേ? പഠിച്ചൊക്കെ തുടങ്ങിയോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ നമ്പർ 6 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനകത്തെ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നോക്കിയേ, ആദ്യം നമുക്ക് വരുന്ന ഏതാണ്? പെർമ്യൂട്ടേഷൻ ആണല്ലേ. പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കും. അതുകൂടാതെ ഇങ്ങനത്തെ പ്രോബ്ലംസ്, അതായത് നമുക്കൊരു ക്വസ്റ്റ്യനകത്ത് ടേക്കൺ ഓൾ അറ്റ് എ ടൈം, നമുക്കറിയാം NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത് അല്ലേ. അപ്പം n എന്ന് പറയുന്നത് n ഒബ്ജക്ട്സ് ആർ അറ്റ് എ ടൈം എന്നാണ് നമ്മൾ NPR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ n ഒബ്ജക്ട്സ് കംപ്ലീറ്റ്ലി ഓൾ ഒബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത്? n ഫാക്ടോറിയൽ ആയിരിക്കും അല്ലേ. ഇനി റെസ്ട്രിക്റ്റഡ് ആണ്, അതായത് n ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ 6 എണ്ണം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? NPR എന്നുള്ള ഫോർമുല വരും. അതായത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നുള്ള ഫോർമുല ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഒരു നമ്പർ അല്ലെങ്കിൽ ലെറ്റർ തന്നിട്ട് ഇപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യാനായിട്ട് ചോദിക്കും. അതായത് ഇപ്പം 1 തൊട്ട് 2, 3 ഒരു 9 വരെ പോട്ടെ. ഇത് വെച്ച് 3 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ലെറ്റേഴ്സ് തന്നിട്ട് ഒരു വാക്ക് തരും, ഒരു വേർഡ് തരും. അതിലെ ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഓരോ വേർഡ്സ്, എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കാം. ഇനി അങ്ങനെ തരുന്ന ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും ഒരു പെർട്ടിക്കുലർ ഡിജിറ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലെറ്റർ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഓക്യുപ്പൈ ചെയ്യും. ഇപ്പം ഇതിനകത്ത് 1 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ 1 ആയിരിക്കും എപ്പോഴും എന്ന് ചോദിക്കാം. ഇനി എൻഡ് ചെയ്യുന്നത്, ബിഗിനിങ് ആൻഡ് എൻഡിങ് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്പറിലായിരിക്കാം. ഇനി ലെറ്റേഴ്സിൻ്റെ കേസിലാകുമ്പം വവ്വൽസ് ഒരുമിച്ച് വരുന്നത്, അതായത് തന്നിരിക്കുന്ന വേർഡിനകത്തെ വവ്വൽസ് എല്ലാം ഒരുമിച്ച് വരുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറയാം. അല്ലെങ്കിൽ പിന്നെന്താണ്? ഓഡ് ഓർ ഈവൻ പ്ലേസസിൽ വരുന്നത്. നമ്പേഴ്സിലാണെങ്കിൽ തന്നിരിക്കുന്ന ഒരു ഡിജിറ്റ്, ഇപ്പോൾ 1000-നെക്കാട്ടിലും ലെസ് ദാൻ ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള നമ്പേഴ്സ് വെച്ച് എത്ര എണ്ണം അതിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാം. ഇന്നൊക്കെ ഡിവിസിബിലിറ്റിയുടെ കേസ് ചോദിക്കാം. പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ പറ്റുന്നത്, നമ്പർ ഓഫ് തിങ്സ് നോട്ട് ടു ഒക്കർ ഇൻ ടുഗദർ ഇസ് 2. അതായത് 2 എണ്ണം തന്നിട്ടുണ്ട്, അതിൽ ഒരിക്കലും ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഒരുമിച്ച് വരുന്ന കേസസ് കണ്ടുപിടിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് കേസ് കണ്ടുപിടിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് കേസിനകത്തുനിന്ന് ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവർ ഒരുമിച്ച് വരാത്ത സിറ്റുവേഷൻ കിട്ടും അല്ലേ. ഇനി മിക്സഡ് അലോക്കേഷൻ ആണ് 2ൽ കൂടുതലാണ് വരുന്നതെങ്കിൽ, ഇനി റീ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്, നമുക്കൊരു നമ്പർ അല്ലെങ്കിൽ ഒരു വേർഡ് തന്നിട്ട് ആ വേർഡിലെ ലെറ്റേഴ്സിനെ റീ അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കുക, അതിനകത്തുനിന്ന് 1 കുറയ്ക്കുക. അതെന്താ മിസ്സേ 1 കുറയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മക്കളെ നമ്മുടെ റീ അറേഞ്ച്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഒരു ടൈപ്പ് അല്ലേ, അത് അതിനകത്തുനിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, കോമ്പിനേഷനകത്ത് ചോദിക്കുകയാണെങ്കിൽ, കോമ്പിനേഷൻ എന്താണ്? സെലക്ഷൻ ആണ് അല്ലേ. കോമ്പിനേഷൻ എന്ന് വെച്ചാൽ സെലക്ഷൻ ആണ്, പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? അറേഞ്ച്മെന്റ് ആണ് അല്ലേ. അപ്പോൾ കോമ്പിനേഷനകത്ത് കാർഡിന്റെ സെലക്ഷൻ, അപ്പോൾ നമ്മൾ കാർഡിന്റെ സെലക്ഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി എത്ര കാർഡുകൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ നോക്കിയേ, നമുക്ക് ടോട്ടലി 52 കാർഡുകളാണുള്ളത്, അതായത് 52 കാർഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബ്ലാക്ക് കാർഡ്സും ഒന്ന് റെഡ് കാർഡ്സും അല്ലേ. അതിൽ എന്താണ്? 26 ബ്ലാക്കും 26 റെഡും ഉണ്ട്. ഇതിൽ ഒരു റെഡിനെ എടുക്കുകയാണെങ്കിൽ, 26 റെഡിനെ എടുക്കുകയാണെങ്കിൽ അതിനെ വീണ്ടും എന്ത് ചെയ്യാം? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. എത്രയാണ്? 13 വീതം. ഒന്ന് ഹേർട്സ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ബ്ലാക്ക് കാർഡ് ആണ് വരുന്നെങ്കിലോ സ്പേഡ്സും ക്ലബ്സും ഉണ്ട് അല്ലേ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്താണ് കോമ്പിനേഷനകത്ത് വരുന്നത്? യെസ്, ബോൾസിനകത്ത് നിന്ന് സെലക്ട് ചെയ്യേണ്ടത് റെഡ്, ഗ്രീന്, ബ്ലൂ, ബ്ലാക്ക് എന്ന് പറഞ്ഞ് ബോൾസ് തരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അതുകൊണ്ട് ഗേൾസ്, ബോയ്സ്, അതിൽ ഗേൾസിന് ഇത്ര പേരെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗേൾസിന് ഇത്ര പേരെയും ബോയ്സിന് ഇത്ര പേരെയും സെലക്ട് ചെയ്യുക. അത് സ്റ്റുഡൻസ് ആയിരിക്കണമെന്നില്ല, ഒരു ഓഫീസിനകത്ത് സ്റ്റാഫിനെ എടുക്കാം. ഇൻ കേസ് എന്താണെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് പെർട്ടിക്കുലർ നമ്പർ ഓഫ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യന് ആ ഒരു പാറ്റേണിൽ ചോദിക്കും. പിന്നെ ഒരു സർക്കിളിനകത്ത് കോഡ് ഫോം ചെയ്യുന്നത്, ഒരു കോഡ് ഫോം ചെയ്യാൻ എത്ര പോയിന്റ് വേണം? 2 പോയിന്റ് വേണം. അപ്പോൾ തന്നിരിക്കുന്ന പോയിന്റ് കൊണ്ട് എത്ര കോഡ് ഫോം ചെയ്യാം എന്നുള്ളത് ചോദിക്കാം. പിന്നെ ഷേക്ക് ഹാൻഡ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി നോക്കണം, ഞാനിപ്പോൾ പറഞ്ഞ മോഡലിലെ ക്വസ്റ്റ്യൻസ് വന്ന് കാണിക്കാം. എന്തുകൊണ്ട്? NPN എന്നുള്ള ഫോർമാറ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ വേർഡ് തന്നു, സ്റ്റാർട്ടിംഗ് ലെറ്റർ, അതായത് പെർട്ടിക്കുലർ ലെറ്റർ ഏതാണ്? T എന്നത് സ്റ്റാർട്ടിങ്ങിൽ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് എത്ര അറേഞ്ച്മെന്റ്സ് വരും? അതാണ്ട് വവ്വൽസ് ടുഗദർ ആയിട്ട് വരുന്ന കേസസ്. ദാണ്ടെ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ വേർഡ് ചോദിച്ചേക്കുന്നു. ഫസ്റ്റും എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും ദാണ്ടെ പെർട്ടിക്കുലർ ആയിട്ട് ഓരോ ലെറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. P എന്ന് പറഞ്ഞ ലെറ്ററും S എന്ന് പറഞ്ഞ ലെറ്ററും. ദെൻ വേർഡ്സ് ഓൾ ടുഗദർ, വവ്വൽസ് എല്ലാം കൂടെ ഓൾ ടുഗദർ ആവുന്ന കേസസ്. ഇനി നമ്പേഴ്സ് വെച്ച് ചോദിച്ചേക്കുന്നു. ഇവിടെ ഡിജിറ്റ്സ് റിപ്പീറ്റഡ് ആണ്. ഇവിടെ നോക്കിയേ,
മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ദെൻ വവൽസ് നെവർ കം ടുഗദർ, വവൽസ് ഒരിക്കലും ഒരുമിച്ച് വരില്ലാത്ത കേസസ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നു. ദണ്ട് ഇവിടെയാണെങ്കിലോ ബിയും ടിയും ഓൾവേസ് ടുഗദർ ആവുന്ന കേസസ്. ദണ്ട് ഇവിടെ നോക്കിയേ, അടുത്ത മോഡൽ വന്നേക്ക് നോക്കിയേ, 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ എന്നുള്ളത്. ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇതാണ്ടേ അടുത്തത് ഇതാണ്ട് NC2 ഈക്വൽ ടു NC8 തന്നേക്കുന്നു. അതിൽ n കണ്ടുപിടിക്കാനുള്ള ടൈപ്പ്. അത് സെയിം താഴെ നോക്കിയേ, NP5 ഈക്വൽ ടു 42 ഇൻറ്റു NP3 എന്നാണ് തന്നേക്കുന്നത്. ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്? n ചോദിച്ചേക്കുന്നു. ഇത് രണ്ടെണ്ണവും അതിൻ്റെ പെർമ്യൂട്ടേഷൻ്റെയും കോമ്പിനേഷൻ്റെയും ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. താണ്ടെ നോക്കിയേ 7C2 കണ്ടുപിടിക്കാനായിട്ട് കോമ്പിനേഷനകത്ത് ഇത് നോക്കിയാൽ ഇത് ഏത് ഫോമാ? NCN ഫോമാ അല്ലേ. NCN എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, ദെൻ സെയിം ഹിയർ, അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മോഡൽ തന്നെ NC9 ഈക്വൽ ടു NC11 തന്നേക്കുന്നു. ഇതിൽ നമ്മളടുത്ത് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ n കണ്ടുപിടിക്കണം, എന്നിട്ട് NC2 കണ്ടുപിടിക്കണം, NC20 കണ്ടുപിടിക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സെയിം മോഡൽ തന്നെ NC2 ഈക്വൽ ടു NC3 തന്നേക്കുന്നു. അതിൽ n എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കോഡ്സ് കണ്ടുപിടിക്കാനുള്ളത്, നമ്പർ ഓഫ് 21 പോയിന്റ്സ് ഉണ്ട്. അതിൽ എത്ര നമ്പർ ഓഫ് കോഡ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതാണ്ടേ അടുത്തത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 3 ഗേൾസും 5 ബോയ്സും ഉണ്ട്. അതിൽ നിന്ന് ഒരു 4 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. അതിന് 2 കണ്ടീഷൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി അടുത്ത നോക്കിയേ, യെസ് സെയിം റിപ്പീറ്റ് ആയിട്ട് വരുന്നതുണ്ടോ കോഡ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ബോൾസിൻ്റെ വരുന്നത്. ദെൻ ഒരു കമ്മിറ്റി 3 പേരെ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയുള്ളത്, അതിന് നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കിയേ, ഇവിടെ കാർഡ്സിൻ്റെ 52 കാർഡ്സിൻ്റെ കണ്ടീഷനും ചോദിച്ചേക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലം ടൈപ്പുകൾ. ഇതെല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ട് പോവുക. അപ്പം എക്സാമിന് ഓൾ ദ ബെസ്റ്റ്.